പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പരിശുദ്ധ അമ്മ വചനത്തിൻ്റെ അമ്മയാണ്. വചനം, യോഹന്നാൻ 1:14, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനമായ ഈശോയുടെ അമ്മയാണ്. ദൈവവചനത്തിന് കാതോർത്ത, ദൈവവചനം ധ്യാനിച്ച, ദൈവവചനമനുസരിച്ച് ജീവിച്ച ഒരു പുണ്യാത്മാവായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. നമുക്കറിയാം, ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ദൂതനോട് സംസാരിക്കുകയാണ്. വലിയൊരു കോൺവെർസേഷൻ കാണുകയാണ്. ദൂതൻ വന്നിട്ട് പറയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. പരിശുദ്ധ അമ്മ തിരിച്ചു ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ വീണ്ടും ദൂതൻ പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അങ്ങനെ വലിയൊരു സംസാരം നടക്കുകയാണ് അവരുടെ ഇടയിൽ. ദൂതൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ദൂതൻ പറഞ്ഞ ഒരു വാക്കും നടക്കാതിരുന്നിട്ടില്ല. ദൂതൻ ദൈവത്തിൻ്റെ അധരമായിട്ട്, ദൈവവചനമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ മുന്നിലേക്ക് വരുന്നത്. പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു? ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളതാണ്. വചനങ്ങളെല്ലാം ആത്മാവിലേക്ക് ഏറ്റെടുത്തു. ആദ്യം വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് കർത്താവായ ഈശോ മിശിഹ, വചനമായ കർത്താവ് ഈശോ മിശിഹ ഉദരത്തിൽ വന്ന് പിറക്കുന്നത്. അപ്പോൾ വചനം ധ്യാനിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, ആ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ കത്തോലിക്കർ അല്ലെങ്കിൽ ക്രൈസ്തവർ ഈശോയുമായിട്ടുള്ള ബന്ധത്തിലാണ് മുന്നോട്ട് പോവുക. ഈശോയെ നമ്മൾ കണ്ണും പൊട്ടി വിശ്വസിക്കുന്നവരും ധ്യാനിക്കുന്നവരുമാണ്. അവൻ്റെ വാക്കുകളനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. ഇപ്പോൾ കർത്താവിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അറിയുക? വചനത്തിലൂടെയാണ്. സെയിൻറ്റ് ജെറോം എന്താ പറയുക? വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ഇപ്പം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രേമഗീതമായ വചനം വായിക്കാനും ധ്യാനിക്കാനുമായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ വചനത്തെ പ്രണയിക്കാൻ കൃപ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.